ഞാൻ ഈ വിഷയവുമായി ഡീൽ ചെയ്യുന്നത് കുറെ കൊല്ലങ്ങളായി. 1965 ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. പഠിപ്പ് പൂർണ്ണമാക്കിയതിനു ശേഷം 87 ഞാൻ പറയാൻ തുടങ്ങിയത്. പക്ഷേ എന്തോ കാരണവശാൽ ഈ കേരളത്തിൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ എന്ന് പലരും പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ വിഷയം കേരളത്തിലാണ് പറയാൻ തുടങ്ങിയത്. അപ്പോഴേക്കും ഇതൊരു വേറെ തരത്തിലേക്ക് മാറി. ഇവിടെ കുറെ വിഭാഗങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും. പിന്നെ ഞാൻ ലോക പണ്ഡിതന്മാരുമായിട്ട് പലരുമായിട്ട് ഇതിനെപ്പറ്റി ചർച്ച ചെയ്തത് ഈ പണ്ഡിതന്മാരായ ആളുകൾക്ക് ശാസ്ത്രം അറിയില്ല, ശാസ്ത്രജ്ഞന്മാരായ ആളുകൾക്ക് മുസ്ലിംകൾക്ക് ശരീഅത്തും അറിയില്ല എന്ന സ്ഥിതിയിലാണ് ഇതിങ്ങനെ കുഴപ്പത്തിലേക്ക് ആയിത്തീരുന്നത്. അതുകൊണ്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പണ്ഡിതന്മാരും പിന്നെ ശാസ്ത്രജ്ഞന്മാരും പണ്ഡിതന്മാർ ശാസ്ത്രം പഠിക്കുകയും ശാസ്ത്രജ്ഞന്മാർ ഖുർആൻ പഠിക്കുകയും ചെയ്താൽ മാത്രമേ ഈ വിഷയത്തിന് ഒരു പരിഹാരം കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ ഏറ്റവും ലോകത്തിന് അറിയുന്ന വളരെ അറിയപ്പെട്ട ഒരു വ്യക്തിയാണ് ഡോക്ടർ യൂസുഫ് ഖർദാൻ. അദ്ദേഹത്തിന് ഈ കണക്ക് ഇങ്ങനെ ചെയ്യേണ്ടത് അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം പറയുന്നത് കണക്ക് മാത്രം മതിയെന്ന്. പക്ഷെ കണക്ക് എങ്ങനെയാ വേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞതും മുസ്ലിങ്ങൾക്ക് ഒരു കലണ്ടർ ആവശ്യമാണ്. ആ കലണ്ടറിന്റെ അടിസ്ഥാനത്തിൽ മതപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ ആ കലണ്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന വിഷയത്തിൽ അദ്ദേഹം എനിക്ക് അറിയില്ല. അങ്ങനെ അറിവില്ലാത്ത ഒരു അറിവിന്റെ പോരായ്മയാണ് ഈ വിഷയം ഇങ്ങനെ ആകാൻ കാരണം. ഈ വിഷയത്തിൽ ഇപ്പൊ നോക്കിയാൽ ആദ്യം ഈ വിഷയം ഡീൽ ചെയ്തത് മുസ്ലിങ്ങളല്ല. ഈ അടുത്ത കാലഘട്ടത്തിലാണ് ഇതിങ്ങനെ മനസ്സിലായത്. മുൻകാലത്തിൽ ഇതിനെപ്പറ്റി ശരിക്കും ചർച്ച ചെയ്യപ്പെടുകയോ മനസ്സിലാകുകയോ ചെയ്തിട്ടില്ല. കുറെ കാലമായി ഖുറൂനിൽ ശരിക്കുണ്ടായിരുന്നു. അതിനുശേഷം കുറെ കുഴപ്പങ്ങളും കാര്യങ്ങളും വന്നു. ഇടയിൽ ഖുർആൻ തന്നെ അറിയാതിരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ പോയി ഇപ്പോഴാണ് ഇതൊരു പഠന വിഷയമായിട്ട് മാറിയിരിക്കുന്നത്. അപ്പൊ ഈ കാലഘട്ടത്തിൽ ആദ്യമായിട്ടുണ്ടായത് എന്താണെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഈ തീയതി കണ്ടുപിടിക്കാൻ കഴിയാതെ പോകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് മറ്റുള്ള ശാസ്ത്രജ്ഞന്മാരാണ് ഫീൽഡിലേക്ക് വന്നത്. അവരോട് പറഞ്ഞത് മുസ്ലിം പണ്ഡിതന്മാർ ഇത് കണ്ടാലേ മാസം തുടങ്ങുകയുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ കുറെ ഗവേഷണങ്ങൾ ചെയ്തു. പക്ഷെ അവരുടെ കണക്കും ഇവരുടെ കാഴ്ചയും തമ്മിൽ ബന്ധം വരുന്നില്ല എന്നതുകൊണ്ട് അവരെ എന്ത് ചെയ്തു, ഇത് കാണുന്നെങ്കിൽ 48 മിനിറ്റ് വ്യത്യാസം വരണം സൂര്യചന്ദ്രന്മാരുടെ ഇടയിൽ, എന്നാലേ ഇത് കാണും. പക്ഷെ ഇവർ തീരെ വ്യത്യാസം ഇല്ലാത്ത സമയത്ത് പോലും കണ്ടതായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് പ്രശ്നമായോ. അവരെന്ത് ചെയ്തു, ഇത് നാരോ ചെയ്തുകൊണ്ട് വന്നു ബാങ്കൻ തിയറി എന്ന് പറഞ്ഞ തിയറികൾ, പല തിയറികളും കൊണ്ടുവന്ന് 7 ഡിഗ്രി വ്യത്യാസമായാലേ കാണുള്ളൂ എന്ന ഒരു ഇതിലേക്ക് വന്നു. 7 ഡിഗ്രി ഒന്നും കാണില്ല, നമുക്കറിയാം. അതിലേക്ക് വന്ന് അതുപോലെയാണ് ഇപ്പൊ കണക്ക് കൂട്ടുന്നത്. ചില ആളുകൾ ഇപ്പോഴും 12 ഡിഗ്രി വേണമെന്ന് ബാധിക്കുന്നുണ്ട്. ഡോക്ടർ ഇല്ലാതെ 12 ഡിഗ്രിയാണ് പറയുന്നത്. കാലിശോകത്ത് 7 ഡിഗ്രിയാണ് പറയുന്നത്. ഇങ്ങനെ പലരും പല നാളിൽ പറഞ്ഞിട്ടാണ് ഇത് പ്രശ്നമായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ കുറെ ആളുകൾ ഈ വിഷയം ശരിക്ക് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ല. ഇതിനെ തന്നെ പോയിക്കൊണ്ടിരിക്കും, അവസാനം തമ്മിൽ അടിക്കേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം, ഈ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ വിഷയം ശാസ്ത്രീയമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ ഇതൊന്ന് അറിവൊന്ന് പകരും. അതാ ചെയ്യും. ഇതിന് വിദഗ്ധമായ പഠിച്ച് മനസ്സിലാക്കിയ പഠിപ്പാനെ പോലുള്ള ഏതെങ്കിലും വിവിധ തലങ്ങളിലെങ്കിലും ക്ലാസ്സുകളോ അതിനെ പഠിക്കാനുള്ള സംവിധാനമോ നിലവിൽ ഇപ്പോൾ ഉണ്ടോ? ഞാനിത് പഠിച്ചു. ഞാൻ പഠിച്ചപോലെ ഈ സ്കൂളിൽ എന്റെ കൂടെ പോകും അങ്ങനെ പേടി എനിക്കുണ്ട്. അതുകൊണ്ട് ഇതുവരെ എനിക്ക് മുഴുവൻ സബ്ജക്ട് മുഴുവൻ പഠിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. പല സ്ഥലത്തും ഞങ്ങൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തു. പക്ഷെ ഒരു ക്ലാസ് മാത്രം നടക്കുന്നുള്ളൂ എല്ലാ സ്ഥലത്തും. രണ്ടാമത്തെ ക്ലാസ് നടക്കില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇത് ഒറ്റ ദിവസം കൊണ്ട് പറ്റുന്ന കാര്യമില്ല. ഇതിൽ കുറെ പഠനങ്ങൾ നടത്താറുണ്ട്. ആസ്ട്രോണോമിയിലെ കുറെ എലിമെന്ററി ആസ്ട്രോണോമിയിലും അറിയണം. പിന്നെ ഈ സൂര്യചന്ദ്രന്മാരുടെ അകലം അളക്കുന്നത് എങ്ങനെ എന്നുള്ളതൊക്കെ മനസ്സിലാക്കണം. ഇലോമേഷൻ എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെ അളക്കണം, എങ്ങനെ മനസ്സിലാക്കണം. ഇപ്പൊ ഒരു 2 ദിവസം അളന്നാൽ തന്നെ മാസം 21 ആണോ 30 ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും.
അല്ലെങ്കിൽ ഒന്നും ആൾക്കാരിന് ചന്ദ്രനെ കണ്ടിട്ട് പറയാൻ പറ്റും. അത്രയും ലളിതമായ ഒരു സിസ്റ്റമാണ് ഇത്. പക്ഷെ ഇത് പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുകയും അത് പഠിക്കുകയും ചെയ്യണം. ഇത് ഞാൻ പല സ്ഥാപനങ്ങളിൽ പോയി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പ്രായോഗിക തലത്തിൽ വന്നിട്ടില്ല. ബാംഗ്ലൂരിൽ പോയി അവിടെ തമിഴ് വിഷാവിൽ അവർ സംസാരിച്ച് നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണെന്ന് പറഞ്ഞു. ഞാൻ അവർക്കൊരു കത്തെഴുതി എങ്ങനെ എൻ്റെ അടുത്ത് ഏതുമുണ്ട് എന്ന് ഞാൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ക്ലാസ്സുകൾ എഴുതി ചെയ്താൽ ഞാൻ പഠിപ്പിക്കാം. അവരോട് റിപ്ലൈ ചെയ്യുന്നത് ഇതാവസ്ഥ എല്ലാ ഇവിടെ തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ അതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഇത് ഏറ്റെടുത്ത് ഇത് പഠിക്കുകയും വേണം. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംഗതിക്കും വേണം. ചന്ദ്രനെ നിരീക്ഷിച്ചാൽ മനസ്സിലാക്കുന്നറിയും. ചന്ദ്രന്റെ ഒരൊറ്റ വശം മാത്രമേ ഭൂമിയിലെ ഏത് മേഖലയിൽ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അത് എന്തുകൊണ്ടാണ് മറുവശം ചന്ദ്രന്റെ മറുവശം ഭൂമിയിലെ നിവാസികൾക്ക് കാണാൻ സാധിക്കുന്നത്? ചന്ദ്രൻ അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നില്ലെന്ന് തന്നെ പറയാം. അതായത് എപ്പോഴും ഭൂമിയെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ഒരു ഭാഗം ഭൂമിക്ക് അഭിമുഖീകരിച്ചാൽ ചുറ്റുന്നത്. അതൊരു പേനാണെങ്കിൽ ചുറ്റുന്ന സമയത്ത് പേനയുടെ കിളിപ്പുള്ള ഭാഗം ഇത് നേരെ ചെങ്ങനെ കറക്കിയാൽ അതൊരു പ്രാവശ്യം ചുറ്റും. അങ്ങനെ ചുറ്റുന്നതല്ലാതെ ചന്ദ്രന് വേറെ സ്വതവേ ഒരു കറക്കമില്ല. അപ്പോൾ എപ്പോഴും നമ്മളെ ഭീതി ചെയ്യുന്ന ഭാഗം മാത്രമേ നമ്മൾ കാണുള്ളൂ. അതിന്റെ ഏതാണ്ട് ഒരു 60% കാണുന്നതാണ് പറയുന്നത് ഈ കറക്കത്തിൽ. അതിന് മറുഭാഗം ഇവിടെ കാണുന്നത് സാധ്യമല്ല. അതാണ് കാണാത്തതിന്റെ കാരണം. അതായത് 27.3 ഡേയ്സാണ് സ്വതവേ കറങ്ങാൻ എടുക്കുന്ന സമയം. ആ കറക്കവും ഇതിന്റെ ചുറ്റുമുള്ള കറക്കവും